അന്നന്ന്. അപ്പൊ ദൈവത്തിൻ്റെ എന്താണ്? ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണം, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. അങ്ങനെ ആഗ്രഹമുള്ളവർ കൈപൊക്കിയേ, ആഗ്രഹമുള്ളവർ കൈ വീശി കാണിച്ച് എല്ലാവരും രക്ഷ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനുള്ള ഒരു പ്രാർത്ഥന പറഞ്ഞു തരാം. നിങ്ങളുടെ വീട്ടിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഡിവൈൻ മേഴ്സി യേശുവിൻ്റെ ഫോട്ടോ ഉള്ളവർ കൈപൊക്കിക്കുകയും ഈശോയുടെ ചങ്കയിലോട്ട് കൈവെക്കണം. എന്നിട്ട് പറയണം, ഒരു വിരൽ തൊട്ടാൽ മതി, ഈ ലോകത്തിലുള്ള 800 കോടി ജനങ്ങളെ, പറഞ്ഞേ, ലോകത്തിലുള്ള 800 കോടി ജനങ്ങളെ, ഓരോരുത്തരെയും എല്ലാവരെയും യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കോടാനുകോടി വർഷിക്കണമേ. ഇത് മതിയോ? എല്ലാവർക്കും വചനം എത്തിച്ചു കൊടുക്കണ്ടേ? മാലാഖമാർക്ക് പറ്റും. എബ്രായർ 1:14 രക്ഷിക്കപ്പെടേണ്ടവരുടെ പക്കലേക്ക് അയക്കപ്പെടേണ്ട സേവകാത്മാക്കളല്ലേ മാലാഖമാർ. കോടാനുകോടി മാലാഖമാരെ അയച്ച്, നവവൃന്ദ മാലാഖമാരെ അയച്ച് ഓരോരുത്തർക്കും എല്ലാവർക്കും രാത്രിയും പകലും വചനം എത്തിച്ചു കൊടുക്കണേ. മാലാഖമാർക്ക് സ്വർഗത്തിൽ വസിക്കുന്നവർക്ക് പുറത്ത് ചാടാനൊരു അവസരം കിട്ടും. ലോകമെമ്പാടും പോയി വചനം എത്തിച്ചു കൊടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പോകാൻ പറ്റാത്തിടത്ത് അവര് ചെല്ലും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം അടുത്തത് എന്താണ്? അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അത് ഈ വയറിന്റെ ആഹാരമല്ല. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നാൽ പോകുന്നവരെ എല്ലാവർക്കും സുഭിക്ഷമായ ഭക്ഷണം ബിനോയച്ചൻ തയ്യാറാക്കുന്നുണ്ട്. ഒന്ന് പിന്നെ ഈ പ്രാർത്ഥന വേണ്ടെന്ന് വരുമോ? അന്നു വേണ്ടുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ ദൈവവചനമാകുന്ന അപ്പം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. മത്തായി 4:4. വചനാഹാരം, വചനം വെളിപ്പെടുത്തി തരണമേ. വചനം വായിച്ചാൽ മനസ്സിലാക്കാനുള്ള ഗ്രഹണശക്തി എന്ന ദാനം തരണമേ. പ്രാർത്ഥിക്കണം. ഇളം കുഞ്ഞുങ്ങൾ അമ്മയുടെ മുലപ്പാലിന് വേണ്ടി കരയുന്നത് പോലെ നമ്മൾ വചനത്തിന് വേണ്ടി കരയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്മതമാണോ? അന്നന്ന് വേണ്ട ആഹാരം വചനം തരണേ, വചന വെളിപ്പെടുത്തൽ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബൈബിള് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് തരണമേ, ഒരു കൃപ തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അന്നു വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. സാധാരണ പണി മറ്റുള്ളവരുടെ കട ഉറപ്പിച്ചു തരാം. പണ്ട് അങ്ങനെ പറഞ്ഞില്ലേ, 10 കൊല്ലം മുമ്പ് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യം ഉണ്ടാക്കുക. ഇതാണ് സാധാരണ പണി. ഉടനെ പറയണം, കർത്താവേ, ആരെങ്കിലും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ 10,000 മടങ്ങ് 1,00,000 മടങ്ങ് അവരെ അനുഗ്രഹിച്ചേക്കണേ. അപ്പോൾ സാത്താൻ തോറ്റു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് എന്താ പറഞ്ഞത്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കും. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പ്രലോഭനം എന്ന് പറഞ്ഞാൽ സന്തോഷം കളയുന്ന, ദുഃഖം കൊണ്ടുവരുന്ന സാത്താൻ്റെ ചിന്തകളാണ്. എപ്പോഴും ദുഃഖിച്ചോ ചേച്ചി, എപ്പോഴും പരാതിപ്പെട്ടോ ചേട്ടാ, എപ്പോഴും കുറ്റം പറഞ്ഞോ, മറ്റോളം ഭാര്യ തെറി പറഞ്ഞോ, അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവ് ഏൽപ്പിക്കുക സാത്താൻ്റെ പണിയാണ്. അപ്പോൾ ഞങ്ങളെ ദുഃഖചിന്തകൾ, നിരാശയുടെ ചിന്തകൾ, വെറുപ്പിൻ്റെ ചിന്തകളിൽ പെടുത്തിയേക്കല്ലേ. നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ സ്നേഹം മാത്രമേ പാടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ കുരിശോച്ച് കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച ആദ്യത്തെ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ലോകം മുഴുവനും വേണ്ടി നമ്മളും അങ്ങനെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറഞ്ഞ പക്ഷം 240 കോടി ക്രിസ്ത്യാനികളെ പറഞ്ഞ്, അതിൽ പകുതി കത്തോലിക്കലാന്ന് കൂട്ടിക്കോ. 240 കോടി ക്രിസ്ത്യാനികളെ ഓരോരുത്തരെയും എല്ലാവരെയും യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ എന്ന് പറഞ്ഞാലും മതി, നമ്പർ പറയാമെങ്കിൽ അങ്ങനെ. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളെ ഓരോരുത്തരെ എല്ലാവരെയും
അതിനകത്ത് ആർക്കും രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. ഓരോരുത്തരും എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ. അടിപൊളി പ്രാർത്ഥനയല്ലേ? ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് പേർക്ക് രോഗശാന്തി കിട്ടും. സ്വന്തം കാര്യം ചിന്താഭാവങ്ങളുടെ പ്രാർത്ഥനയല്ലേ? ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ, മുസ്ലിങ്ങളെ, നാനാജാതി മതസ്ഥരെ, ഓരോരുത്തരെ എല്ലാവരെയും അടിപൊളി പ്രാർത്ഥനയല്ലേ? നമുക്ക് വേണ്ട അത്ഭുതങ്ങളും രോഗശാന്തികളും കർത്താവ് തരും. കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്.